സാറിനെ തല്ലാൻ കോൺട്രാക്ട് എടുത്തവരാണ് ഞങ്ങൾ. ഒരു 100 മണി റിലീസ് ചെയ്തോട്ടെ. 50 മണി പോരെ, ബാക്കി 50 വിളിക്കണം. എന്താ ബാലു, ഞാൻ വയസ്സായ ഒരാളല്ലേ. എടാ എന്താ ഇത്? ഒന്നിനും നമ്മൾ തമ്മിൽ അയൽവക്കക്കാരല്ലേ. ഞാനും ശശിയും തമ്മിൽ ഇരിപ്പനുസരിച്ച് നീ ഇങ്ങനെ ചെയ്യാമോ? എന്താ ചെയ്യാ? ഇങ്ങനെ ഒരു മകൻ എനിക്ക് പിറന്നുപോയി. എന്തൊരു കഷ്ടം. അണ്ണാ താങ്കൾ വീട്ടിൽ വന്നേരെ കേട്ടാ. പൊക്കോ പൊക്കോ, എന്റെ 500 രൂപ പോയി. അച്ഛാ, ഞാനൊരു സത്യം പറയാൻ പോവുകയാണ്. അച്ഛൻ ഞെട്ടരുത്. ഈ പൂ എവിടെ നിന്ന് കിട്ടിയാണെന്നറിയാമോ? നീ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. അല്ല, എന്റെ ഹൃദയം മോഷ്ടിച്ച ഒരു പെൺകുട്ടി എനിക്ക് സമ്മാനിച്ചതാണ്. അതാരാണെന്നറിയാമോ? വർമ്മസാറിന്റെ മകൾ കാവേരി. വിദ്യാധര, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞെട്ടുവന്ന്. ഞങ്ങളുടെ പ്രേമവലരിയിൽ പൂത്തതാണ് ഈ പുഷ്പം. ഇതിനു പകരം ഞാൻ അവൾക്ക് എന്ത് സമ്മാനം നൽകണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചാലും. എന്തു വേണം നീ തന്നെ പറ. എന്നെ കുറിച്ചുള്ള അവളുടെ ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോ കുറഞ്ഞത് ഒരു 250 രൂപ വരെയുള്ള സമ്മാനമെങ്കിലും വേണം. ഒരു 250 രൂപ ദിവസൂടെ. 250 രൂപ തന്നെ വേണോ? ചുളുവിന് വർമ്മയുടെ മകളുടെ അമ്മായി വെപ്പാണെന്ന് വിചാരിക്കുന്നു വേണ്ട. ഏതായാലും നല്ലൊരു കാര്യത്തിനല്ലേ. എല്ലാം മടി വെച്ച് കെട്ടിക്കൊണ്ടാ അതാണ് ചുമക്ക ആള് കാണൂല. എന്തൊക്കെ പറഞ്ഞാലും തന്തയുടെ മോൻ തന്നെ. നാളെ കാവേരിയോട് ഇതൊന്ന് നേരിട്ടൊന്ന് ചോദിക്കണം. കേൾക്കുന്നുണ്ട്. ഞാനും പൂക്കളുടെ ഒരു ആരാധികയാണ്. പക്ഷെ കാണുന്ന പൂക്കൾ എല്ലാം പറിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. അത് ചെടിയിൽ തന്നെ നിൽക്കുന്ന എന്തോന്നാ ഇത്? സോറി, ഞാൻ ഇവിടെ പറഞ്ഞതാ. സത്യമായിട്ടും ഗോമതിയോട് പറഞ്ഞതാ. എന്ത് ചെയ്തെന്നോ? ഞാൻ പിന്നെ വിളിക്കാം. ഒരു കൂട്ടുകാരിയാ. ഒക്കെ എനിക്കറിയാം. മുടി നരച്ചൂന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പഴയ തന്തയാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ വക കാര്യങ്ങളിൽ അവരവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, വീട്ടുകാരല്ല. പിന്നെ കുട്ടി പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പൂക്കൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് പൂക്കൾ കൊടുക്കുക, പൂക്കൾ വാങ്ങുക ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടി. എന്താ കുട്ടമ്പിള്ളെ ഒറ്റയ്ക്ക് ചിരിച്ചുകൊണ്ടിരുന്നത്? കാര്യങ്ങൾ ഞാൻ
ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് തിരിച്ചത്. എന്ത് കാര്യങ്ങൾ? പൊതുവെ എല്ലാ കാര്യങ്ങളും. ഇരിക്കൂ. ഷോ പിള്ളച്ചേട്ടൻ ഒന്നും ഞാൻ കണ്ടില്ല. ഒരു ചായ എടുത്തുള്ളൂ. അതിനെന്താ, ഒരു ചായം കൂടി എടുത്തോളൂ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡന്റ് മേളിൽ കാണുമല്ലോ. നൃത്തം നല്ലതാണ്, പക്ഷെ അതൊരു താണ്ഡവ നൃത്തമാവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചൂടെ? അല്ല, അതിരിക്കട്ടെ. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ആ, ഞാനത് കുട്ടമ്പുഴയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി. ബാലുവും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ. ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടമ്പുള്ളയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ല കാര്യം. ഞാനിത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനമെടുത്താ പോരെ? അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടമ്പുള്ളയ്ക്ക് ഇപ്പൊ ഇത് തോന്നാൻ കാര്യം? ആ വീടിന്റെ ടെറസിൽ നിന്ന് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ചാടണേ? ചാടാൻ പറ്റുമെന്ന് പറ. അത് പോട്ടെ, വർമ്മ സാറിന് ചാടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാ ശശിക്ക് പറ്റും. ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാണ്. എന്തിനാ ഏതിനാ ചാടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടമ്പുള്ള എന്തൊക്കെയായി പറയണേ? സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ചാടുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് വർമ്മ സാർ ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ കള്ളന്മാരാണെങ്കിലോ? ആരായാലും ശരി, ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. പിടിക്ക 4 പൊട്ടിക്ക. നമുക്കിത്തിരി വയസ്സായി എന്ന് വിചാരിച്ച് കണ്ണി കണ്ടോമാര് ടെറസിന്റെ മുകളിൽ കയറി കഴിയുന്ന ചാടി കളിക്കേ. ഞാൻ എന്റെ കയ്യിലൊക്കെ അവനെ കിട്ടിയാണ്ടല്ലോ. ആഹാ, എന്താ വിളിച്ചേട്ടായി കാണിക്കണേ? 53 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരു ടെറസിന്റെ മേലേന്ന് മറ്റൊരു ടെറസിന്റെ മേലേക്ക് ചാടാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളെ വിട്, ശശിക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ചാടണേ? പറ്റുമെന്ന് പറ. എനിക്ക് പറ്റില്ല. എന്നാ അയാൾക്ക് പറ്റും. ആർക്ക്? 53 വയസ്സുള്ള വർമ്മയ്ക്ക് പറ്റുന്ന. അയാളെന്തിനാ ടെറസും കിടന്ന് ചാടണേ? അസുഖം വല്ലതും ഉണ്ടോ? അസുഖമുണ്ട്. അതല്ലേ ഈ ചാട്ടം. ഒന്ന് തെളിച്ചു പറ വിളിച്ചേട്ടാ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവൂല. ഓ എടോ മനുഷ്യ, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി താമസിക്കുന്ന ഈ വീടിന്റെ ടെറസിലേക്ക് രാത്രി 12 മണിക്ക് ഒരാൾ ചാടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഇനിയും ഞാൻ തെളിച്ചു പറയണോ? ചോദിക്കാനും പറയാനും നിൽക്കണ്ട. പിടിക്കാൻ 4 പൊട്ടിക്ക. അത്രേ ഉള്ളൂ നിന്ന് മരുന്ന്. കയ്യിൽ 4 പുത്തനുണ്ടെന്ന് വിചാരിച്ച് എന്ത് പോകൃതം കാണിക്കാന്നോ? ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ